വിദ്യാർത്ഥികൾക്ക് അപ്പീൽ നൽകുന്ന കാര്യത്തിൽ കോടതി വിദ്യാഭ്യാസ വകുപ്പിന്റെ അഭിപ്രായം കൂടി കേൾക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവ മാനുവൽ പരിഷ്കരിക്കുമ്പോൾ അപ്പീൽ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി ജനം ടിവിയോട് പറഞ്ഞു. അഖിൽ പാലോട്ടുപടം തന്നെ തയ്യാറാക്കിയ മറ്റൊരു റിപ്പോർട്ടിലേക്ക്. 62ാമത് സ്കൂൾ കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിലയിരുത്തലുമായി ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്ററെ, ഈ കലോത്സവങ്ങളിൽ ഏറ്റവും കൂടുതൽ പരാതി ഉയരുന്നത് മത്സര ഇനങ്ങൾ വൈകുന്നു എന്നതാണ്. ആദ്യ ദിവസം തന്നെ താരതമ്യേന മത്സരങ്ങൾ പല വേദികളിലും വൈകിയെന്ന് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഒരു പരാതി രക്ഷിതാക്കൾ. ഇത് വരും ദിവസങ്ങളിൽ അത് ക്രമീകരിക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു? അല്ല, ഇന്നു മുതൽ അങ്ങനെ ഉണ്ടാവില്ല. ഇന്നലെ ഉദ്ഘാടന ദിവസമാണ്. ഉദ്ഘാടന ദിവസം നമ്മൾ 10 മണി മുതൽ 11:30 മണി വരെയാണ് കണ്ടിരുന്നത്. ഏതാണ്ട് 11:30 മണിക്കൂടെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് ഇവിടെ ഉദ്ഘാടന സമ്മേളന സ്ഥലത്തുള്ള മെയിൻ വേദിയിൽ മത്സരം ആരംഭിച്ചു. മറ്റു വേദികളിൽ 11 മണിക്ക് തന്നെ ആരംഭിച്ചു. ചില വേദികളിൽ താമസിക്കാൻ കാരണം ഇന്നലെ കുറേ അപ്പീലുകളുണ്ടായിരുന്നു. ഈ നേരത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ടായിരുന്നു. അപ്പീലുകൾ അനുവദിക്കുന്നതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കാശുള്ള ഒരു രക്ഷകർത്താവാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് സ്ഥാനത്ത് നിൽക്കുന്നവനായിരിക്കും. ഒരു വക്കീലിനെയും കൊണ്ട് കോടതിയെ കൊണ്ട് കൊടുത്തിട്ട് കോടതി അപ്പോൾ തന്നെ അപ്പീൽ അനുവദിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പുമായിട്ടും കൂടെ എൻ്റെ അഭിപ്രായം കൂടെ ചോദിച്ചാൽ അതിലെ ജഡ്ജസ് ആരായിരുന്നു, മാർക്ക് എന്തായിരുന്നു, മാർക്ക് ഷീറ്റ് എന്തായിരുന്നു, അത്തരം കാര്യങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് സമഗ്രമായ ഒരു പരിശോധന നടത്തിയാൽ ബഹുമാനപ്പെട്ട കോടതിക്ക് അതിനുശേഷവും അപ്പീൽ കൊടുക്കേണ്ടതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടണേ കൊടുത്തോട്ടെ, പ്രശ്നമില്ല. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു അഭിപ്രായം കൂടെ കേൾക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവണ്ണം അങ്ങനെ കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇന്നലെ അഡ്വക്കേറ്റ് ജനറലുമായിട്ട് സംസാരിച്ചോ മനസ്സിലാവുന്നത്. മുനിസിപ്പൽ കോടതി മുതൽ ഹൈക്കോടതി വരെയുള്ള ചില കോടതികൾ ഇന്നലെ തന്നെ ഒരു 300-ലധികം വരുന്ന അപ്പീൽ വന്നിട്ടുണ്ട്. ഇന്നും നാളെയൊക്കെ ഈ അപ്പീൽ അനുവദിക്കുമെന്ന് പറഞ്ഞുകൂടി ആൾക്കാരെല്ലാം എറണാകുളത്തേക്കും ബന്ധപ്പെട്ട മുനിസിപ്പൽ കോടതികളിലേക്ക് ഓടി തുടങ്ങിയിരിക്കുകയാണ്. ഈ അപ്പീൽ സംവിധാനം എത്തുക എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ കഴിവിനനുസരിച്ച് അതിൻ്റെ ഒരു പുരോഗതി ഉണ്ടാവണം. പക്ഷേ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കലോത്സവത്തിൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ പ്രശ്നമായി മാറുന്നു എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുന്നത്. വരാൻ പോകുന്ന മാനുവൽ പരിഷ്കരണത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി ഉള്ള ഒരു ചില തീരുമാനങ്ങളും ചില വേണ്ടി വന്നാൽ ചില നിയമനിർമ്മാണം വേണ്ടി ഉണ്ടെങ്കിൽ നിയമനിർമ്മാണം നടത്തുന്ന സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട്. ഈ ഇവിടുത്തെ ഒരു സുരക്ഷാ സംവിധാനത്തിൻ്റെ പ്രശ്നം, കാരണം മനസ്സിലാക്കിയുള്ളത് കഴിഞ്ഞ ദിവസം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ പല വേദികളിലും ഇന്ന് രാവിലെ മുതൽ വെള്ളക്കെട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിലെന്തെങ്കിലും ഒരു നടപടി ദ്രുതഗതിയിൽ നടത്തണം എന്ന് തീരുമാനിക്കുന്നു. മനസ്സിലായില്ല, പല വേദികളിലും ഇല്ല. മുഖ്യമായിട്ട് ഇവിടെ നമ്മൾ ഈ കാണുന്ന ഇന്നലെ രാത്രി ശക്തമായ മഴയായിരുന്നല്ലോ. അതൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമില്ലല്ലോ. മഴ പെയ്താൽ നമ്മുടെ നാട്ടിലുള്ള നടപ്പനുസരിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന മാറ്റാൻ വേണ്ട നടപടി സ്വീകരിക്കാം. അത് ഇന്നലെ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ മാനുവൽ പരിഷ്കരണമാണ് അടുത്ത ഏറ്റവും ഒരു പ്രധാനമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മുന്നിലുള്ളത്. എന്തായാലും വിദ്യാർത്ഥികളൊക്കെ തന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്നതിലേക്ക് വേണ്ടി അപ്പീലുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കലോത്സവ വേദിയിൽ നിന്നും ടീം ജനത്തിനൊപ്പം അഖിൽ പാലോട്ടുമഠം.